ശിവപാർവണ. രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ. ഭാഗം 14. ജീവയുമായുള്ള പ്രിയയുടെ എൻഗേജ്മെൻറ്റ് നടത്തിവെക്കുന്നതിന് കുടുംബക്കാർ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനമെടുത്തു. ഞായറാഴ്ച ദിവസമായപ്പോഴേക്കും പള്ളിയിൽ നിന്നും ഫാദറും ജീവനും കൂടി ശിവയുടെ വീട്ടിലെത്തി. രാജനും പ്രതാപനും ബാലചന്ദ്രനും ശിവയും എല്ലാവരും കൂടി ചേർന്നാണ് ഫാദറിനെയും ജീവനെയും സ്വീകരിച്ചത്. 3 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എനിക്ക് പള്ളിമുറ്റത്തു നിന്ന് ജീവനെ കിട്ടുന്നത്. അന്നു മുതൽ മറ്റു കുട്ടികളോടൊപ്പം തന്നെ അവനെ നോക്കാൻ ശ്രമിച്ചുവെങ്കിലും മറ്റു കുട്ടികളോടൊപ്പം ചിലവിടുന്നതിനേക്കാൾ അവനിഷ്ടം എന്നോടൊപ്പം കൂടാനായിരുന്നു. ഒടുവിൽ എൻ്റെ കൈകളിൽ തന്നെയായി അവൻ എപ്പോഴും എൻ്റെ മാനസപുത്രൻ. അവൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും മറ്റുള്ളവരെ പോലെ ഞാനും സന്തോഷിച്ചു. പഠിത്തത്തിൽ മാത്രമായിരുന്നു എന്നും അവൻ്റെ ശ്രദ്ധ മുഴുവനും. ഒരിക്കൽ പോലും അവൻ്റെ അച്ഛനെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ എന്നോട് ചോദിച്ചിട്ടില്ല. അവൻ ഇഷ്ടമുള്ളത്രയും പഠിച്ച് ജോലിയും നേടിയെടുത്തു. അവൻ്റെ ശമ്പളത്തിൻ്റെ പകുതി ഭാഗവും അനാഥാലയത്തിലെ മറ്റു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ചെലവഴിക്കുന്നത്. അന്ന് തൊട്ടേ അവന് സമ്പാദ്യശീലം ഉണ്ടായിരുന്നു. വെറുതെ ഒരു സമയം ഇരിക്കില്ല. കയ്യിൽ കരുതിയിരുന്ന മിച്ചം പിടിച്ചതും എല്ലാം കൂടി ചേർത്ത് ബാങ്ക് ലോണൊക്കെയായി സ്വന്തമായി വീടുമായി. അതിൻ്റെ അടവുകളെല്ലാം അടച്ചും തീർത്തു. ഇപ്പോൾ അവന് സെറ്റിൽഡ് ആവാൻ സമയമായി എന്ന് തോന്നി. ഇങ്ങനെ ഒരു ഇഷ്ടം എന്നോട് വന്ന് പറഞ്ഞിരുന്നു. നിങ്ങളുടെ തീരുമാനം അറിഞ്ഞിട്ട് ഞാൻ വന്നാൽ മതിയെന്ന് വിചാരിച്ചാണ് ഇതുവരെ വരാതിരുന്നത്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് നോ എന്നാണ് മറുപടിയെങ്കിൽ അവനത് വിഷമമാകും. ഞാനും കൂടെ ഉള്ളപ്പോൾ. ഇങ്ങനെ ഒരു കുടുംബത്തിലേക്ക് എൻ്റെ കുഞ്ഞൊന്ന് കയറുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇവിടെ അവൻ അച്ഛനും അമ്മയും സഹോദരിയും സഹോദരനും അമ്മായിയും അമ്മാവനും എല്ലാവരും ഉണ്ടാവുമല്ലോ. ആരോരുമില്ലാതിരിക്കുന്ന അവസ്ഥ അതൊരു സങ്കടം തന്നെയാണ്. ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രം നമുക്ക് കിട്ടിയതൊക്കെ എത്രമാത്രം വലുതാണെന്ന് ഓരോരുത്തർക്കും മനസ്സിലാവും. അവൻ്റെ നല്ല മനസ്സ് കർത്താവ് ഒരിക്കലും കാണാതെ പോകില്ല. അതുകൊണ്ട് ഇങ്ങനെയൊരു കുടുംബത്തിൽ അവന് പെടാൻ പറ്റിയത്. നിങ്ങളുടെ ഭാഗ്യത്തു നിന്നും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിപ്പോൾ തുറന്നു പറയണം. നാളെ ഒരു കാലത്ത് ഒരു വാക്കുകൊണ്ട് പോലും ആരും അവനെ വേദനിപ്പിക്കുന്നത് എനിക്ക് സഹിക്കില്ല. അത്രമാത്രം സങ്കടങ്ങൾ ഉള്ളിൽ പേറിയാണ് അവൻ ഓരോ ദിവസവും കഴിഞ്ഞിട്ടുള്ളത്. ആരോരുമില്ലാത്തവർക്ക് മാത്രമേ ആ വേദന എത്രയായാലും മനസ്സിലാകൂ. ഫാദർ പറഞ്ഞു നിർത്തി. ഞങ്ങൾക്കെല്ലാവർക്കും ജീവനെ ഒരുപാട് ഇഷ്ടമാണ് ഫാദർ. എനിക്കൊരു മോനും കൂടി എന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. അത്യധികം സന്തോഷത്തോടു കൂടിയാണ് രാജശേഖരൻ അത് പറഞ്ഞത്. ഇവരൊക്കെയാണ് ഫാദർ എൻ്റെ കുടുംബം. ഇതെൻ്റെ ഭാര്യ സേതു, മൂത്ത മകൻ ശ്രീശിവ. ഇവനാണ് പത്മതീർത്ഥം ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. ഇതാണ് ജീവന് വേണ്ടി ആലോചിക്കുന്ന എൻ്റെ മകൾ പ്രിയ. ഇതാണ് എൻ്റെ മറ്റൊരു മകൾ പാർവണ, ശിവയുടെ പെണ്ണാണ്. ഇതെൻ്റെ അനുജത്തി സുഭദ്ര, സുഭദ്രയുടെ ഭർത്താവ് ബാലചന്ദ്രൻ, മകൾ സൂര്യഗായത്രി. ഇതെൻ്റെ കൂടപ്പുറപ്പും സുഹൃത്തും പാർവണ മോളുടെ അച്ഛനും കൂടിയായ പ്രതാപൻ, ഭാര്യ ഭാമ, മകൾ പവിത്ര. ഇത്രയും പേരാണ്. ആ കൂട്ടത്തിലേക്ക് എനിക്കൊരു മകൻ കൂടി വരുന്നു. ഞങ്ങൾക്കെല്ലാം സമ്മതമാണ് ഫാദർ. വിവാഹം എങ്ങനെ വേണമെന്ന് മാത്രം ഇനി നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പ്രിയയുടെ പഠിത്തം കഴിയുന്നത് വരെ നമുക്ക് വിവാഹകാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ട. തൽക്കാലം നമുക്കൊരു എൻഗേജ്മെൻറ്റ് നടത്തി വയ്ക്കാം. അത് കഴിഞ്ഞ് പഠിത്തമെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം വിവാഹം. പള്ളിയിൽ വെച്ചൊരു മിന്നുകെട്ട് നടത്തണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. നിങ്ങൾക്ക് കൂടി സമ്മതമാണെങ്കിൽ മാത്രം തീരുമാനിച്ചാൽ മതി. എല്ലാവരും മുഖത്തോട് മുഖം നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടായെങ്കിൽ വേണ്ട. നിങ്ങളുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ. ഫാദർ അത്രയും കൂടി പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല ഫാദർ. ശിവമോൻ്റെ കല്യാണം വളരെ പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് നല്ലവണ്ണം ഒന്നും ആഘോഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പ്രിയമോളുടെ കല്യാണം അതിൻ്റെ എല്ലാ കുറവുകളും തീർത്ത് ആഘോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഫാദറിൻ്റെ ആഗ്രഹം പോലെ പള്ളിയിൽ വെച്ചൊരു മിന്നുകെട്ട് നടത്താം. ബാക്കി ചടങ്ങുകളെല്ലാം മണ്ഡപത്തിലാക്കാം. ആ തീരുമാനത്തോട് എല്ലാവരും യോജിച്ചു. എങ്കിൽ നമുക്കിനി ഭക്ഷണം കഴിക്കാം ഫാദർ. കുറച്ച് നേരം കൊണ്ട് തന്നെ ഫാദറിന് ആ കുടുംബത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അവരുടെ കൂട്ടായ്മയും പരസ്പര സ്നേഹവും ഒക്കെ ഫാദറിനെ വല്ലാതെ ആകർഷിച്ചു. ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ശിവ അക്കാര്യം പറയുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ടച്ചാ. ഇതിനേക്കാൾ നല്ലൊരവസരം ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടായെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇതൊരവസരം മുതലാക്കി പറയുകയാണ് എന്നാരും കരുതരുത്.
ഇത്രയും ഒരു ആമുഖത്തിൻ്റെ ആവശ്യമുണ്ടോ ശിവ? രാജശേഖരൻ അത് ചോദിക്കുമ്പോൾ ശിവ മൗനമായി. ഈയൊരു കാര്യം എനിക്ക് പറയുന്നതിന് പരിധികളുണ്ടച്ചാ. തീരുമാനമെടുക്കേണ്ട ആൾക്കാർ അത് ഏത് രീതിയിൽ കാണുമെന്ന് എനിക്കറിയില്ല. ഫാദറിന് പ്ലാന്തോട്ടത്തിലെ ജെയിംസിനെ അറിയാമോ? ശിവ പകുതിയിൽ നിർത്തി. അറിയാമല്ലോ, നമ്മുടെ ഇടവകയിലുള്ള ആൾക്കാരാണ് അവർ. എന്താ മോനെ? സൂര്യയുടെ മുഖം വിവരണമാകുന്നതും അവിടെ ഭയം നിഴലിക്കുന്നതും ശിവ കണ്ടു. ശിവ നടന്ന് സുഭദ്രയുടെയും ബാലചന്ദ്രൻ്റെയും അടുത്തായി വന്നു നിന്നു. ഞാൻ പറയാൻ പോകുന്ന കാര്യം അമ്മായിയും അമ്മാവനും സമാധാനത്തോടു കൂടി വേണം കേൾക്കാൻ. സൂര്യ ഒരു പയ്യനുമായി പ്രണയത്തിലാണ്. കഴിഞ്ഞ ദിവസമാണ് എന്നോട് അവൾ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. സുഭദ്ര സൂര്യയെ ദേഷ്യത്തിൽ നോക്കി. പെട്ടെന്നൊരു തീരുമാനം പറയാൻ പറ്റുന്ന കാര്യമല്ല ശിവ ഇത്. അതുകൊണ്ട് നമുക്ക് ആലോചിച്ചു മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ. ഇതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച തൽക്കാലം വേണ്ട. രാജശേഖരൻ്റെ ആ തീരുമാനത്തെ എല്ലാവരും ശരിവെച്ചു. എന്താളിയ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ? രാജൻ ബാലചന്ദ്രനെ നോക്കി. അളിയൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ചർച്ച വേണ്ട. ആദ്യം പ്രിയയുടെയും ജീവൻ്റെയും കാര്യം നടക്കട്ടെ. അതിനുശേഷം സമാധാനമായിരുന്നു നമുക്ക് ആലോചിക്കാം. എന്താ സുഭദ്രേ, അതുപോരെ? എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനിയും ഇരുന്നാൽ ഒരുപാട് ലേറ്റാകും. ബാക്കി തീരുമാനങ്ങളൊക്കെ നമുക്ക് സൗകര്യം പോലെ എടുക്കാം. ഒരു ദിവസം എല്ലാവരും കൂടി പള്ളിമേടയിലേക്ക് വരൂ. അതിനുശേഷം നമുക്ക് ജീവൻ്റെ വീട്ടിലും പോകാം. അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഫാദറിൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു. ഫാദറും ജീവനും പോയതിനു ശേഷം ശിവ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. അവൾ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ അമ്മാവ. എല്ലാവരും സന്തോഷിക്കുമ്പോൾ അവൾ മാത്രം എന്താണ് ദുഃഖിക്കുന്നത് എന്നതിൻ്റെ കാര്യം തിരക്കുമ്പോഴാണ് എന്നോട് പറഞ്ഞത്. അവൾ പറഞ്ഞതനുസരിച്ച് ഞാൻ അവിടെ പോയിരുന്നു. ആ പയ്യനെ കണ്ടിരുന്നു. പ്ലാന്തോട്ടത്തിൽ ചെറിയാൻ എന്ന് പറയുമ്പോൾ ഏകദേശം ആളുകൾക്കും അറിയാം. ജെയിംസ് വളരെ നല്ലൊരു പയ്യനാണ്. ഒരനിയത്തിയുണ്ട്. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടു കൂടി അത് നടത്താം. അവർക്കും അവിടെ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരത്തില്ല. അത്രയും പൊന്നുപോലെ ജെയിംസ് നോക്കിക്കൊള്ളും. സുഭദ്രയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെയായി. എന്നാലും അന്യമതത്തിൽപ്പെട്ട ഒരു ചെറുക്കനെ കൊണ്ട് എൻ്റെ മോളെ എങ്ങനെ കല്യാണം കഴിപ്പിക്കും? ഒന്നേ ഒന്ന് കണ്ണേ എന്ന് പറഞ്ഞ പോലെ വളർത്തിയതാണ്. സുഭദ്ര കരയാനും പറയാനും തുടങ്ങി. കൊള്ളാം സുഭദ്രയെ, നിൻ്റെ മനസ്സിലിരിപ്പ് കൊള്ളാം. ബാലചന്ദ്രൻ സുഭദ്രയെ നോക്കി പുച്ഛിച്ചു. അപ്പോൾ പിന്നെ നീ പ്രിയമോൾക്ക് വന്ന ആലോചനയ്ക്ക് എന്ത് സന്തോഷമാണ് പ്രകടിപ്പിച്ചത്? ജീവൻ നല്ല പയ്യനാണ്, അതാണിതാണെന്നൊക്കെയായിരുന്നു നിൻ്റെ പ്രകടനങ്ങൾ. സ്വന്തം കാര്യം വന്നപ്പോൾ നീ എന്തൊക്കെയാണ് ആലോചിച്ച് കൂട്ടുന്നത്? ജാതിയും മതവും ഒന്നുമല്ല സുഭദ്രയെ കാര്യം. കൊണ്ടുപോകുന്നവൻ നമ്മുടെ കുഞ്ഞിനെ പൊന്നുപോലെ സ്നേഹിക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. എന്നാലും ബാലേട്ടാ, എങ്ങനെ നമുക്ക് നമ്മുടെ മോളെ? എന്നാലും എൻ്റെ സുഭദ്രയെ, നീ ആള് കൊള്ളാമല്ലോ. ജീവൻമോൻ്റെ കാര്യത്തിൽ നീ കാണിച്ച താല്പര്യത്തിൻ്റെ പകുതിയെങ്കിലും നിൻ്റെ മോളുടെ കാര്യത്തിൽ കാണിച്ചൂടെ? എങ്ങനെയാണ് സുഭദ്രയെ നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത്? വീണ്ടും നീ ആ പഴയ സുഭദ്രയായി മാറുകയാണോ? എൻ്റെ ബാലേട്ടാ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല. സ്വന്തം മകൾ അന്യജാതിയിൽപ്പെട്ട ഒരു പയ്യനുമാണ്. ഈ ഇഷ്ടത്തിലാണെന്നറിയുമ്പോൾ ഏതൊരമ്മയ്ക്കും തോന്നാവുന്ന വെപ്രാളവും ആവലാതിയും മാത്രമേ എനിക്കും തോന്നിയുള്ളൂ. ഞാനത് നിങ്ങളോടൊക്കെ തുറന്നു പറഞ്ഞതായോ ഇപ്പോൾ കുറ്റം? ഒരിക്കലും അവളുടെ വിവാഹം നടത്തി കൊടുക്കരുതെന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത്. ആ പയ്യനെക്കുറിച്ച് ശിവ അന്വേഷിച്ചു. എങ്കിൽ പിന്നെ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല. നല്ലതാണെങ്കിൽ നമുക്ക് നടത്താം. കേട്ടിടത്തോളം എതിർപ്പ് അവരുടെ വീട്ടിൽ നിന്നും ആവാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ എന്താവും എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ പിന്നെ എന്നെ ഒന്നും പറയരുത്. ശിവ മുകളിലേക്ക് ചെല്ലുമ്പോൾ വർണ്ണമുഖവും വീർപ്പിച്ചിരിക്കുന്നു. ശിവ അതൊട്ടും കാണാത്ത പോലെ അവിടെ നിന്നും ബാൽക്കണിയിൽ പോയി നിന്നു. കുറച്ചു നേരം അതൊന്നും ശ്രദ്ധിക്കാതെ നിന്നുവെങ്കിലും ക്ഷമ നശിച്ചു വർണ്ണ ചാടിത്തുള്ളി ശിവയുടെ അടുത്തേക്ക് ചെന്ന് എളിയിൽ കൈകുത്തി നിന്നു. ഞാൻ അവിടെ ഇരിക്കുന്നത് ശിവേട്ടൻ കണ്ടില്ലേ? പിന്നെന്താ എന്നെ ഒന്ന് നോക്ക പോലും ചെയ്യാതെ? കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ പരിഭവം പറഞ്ഞു. എന്താ എൻ്റെ വർണ്ണക്കൊച്ചിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം? ഈ കള്ളപ്പിണക്കത്തിൻ്റെ കാര്യം എന്താ? അത് പിന്നെ ശിവേട്ടൻ സൂര്യയുടെ കാര്യം അറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. അതിൻ്റെയാണോ ശരിക്കും ഈ പരിഭവം? ശിവേട്ടൻ എന്നോട് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് സങ്കടമാണ്. ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചല്ലേ പറയാത്തത്. കഴിഞ്ഞ ദിവസമാണ് അവൾ എന്നോട് പറഞ്ഞത്. അതറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പോയി ജെയിംസിനെ കണ്ടു. അല്ലാതെ നിന്നോട് ഞാൻ എന്തെങ്കിലും മറച്ചു വയ്ക്കുമോ പെണ്ണേ? നീ അറിയാത്ത എന്ത് രഹസ്യമായി ശിവയ്ക്കുള്ളത് ജീവിതത്തിൽ? പെട്ടെന്നാണ് പറഞ്ഞ തലേ ദിവസം കോളേജിൽ വെച്ച് നടന്ന ഒരു സംഭവം ആലോചിച്ചത്.
വർണ്ണയും പ്രിയയും കൂടി ലൈബ്രറിയിൽ നിൽക്കുമ്പോഴാണ് ജീവൻ അവിടേക്ക് വന്നത്. അവർക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാൻ കാണുമല്ലോ എന്ന് വിചാരിച്ച് വർണ്ണ മനഃപൂർവ്വം അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുത്തു. കോളേജിലെ വാഗമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോഴാണ് കുറച്ചപ്പുറത്തുകൂടി ഹരിമാഷ് നടന്നു പോകുന്ന കണ്ടത്. അല്പനേരം കഴിഞ്ഞപ്പോൾ ക്ലാസ്സിൽ തിരിച്ചെത്തിയപ്പോൾ കൂട്ടുകാരാരോ പറഞ്ഞതാണ് അറിഞ്ഞത്. മാഷും ഭാര്യയും വർണ്ണയുടെ പേരിൽ ഉണ്ടായ അന്നത്തെ പ്രശ്നത്തിന് ശേഷം പിരിഞ്ഞാണ് താമസിക്കുന്നതെന്ന്. അന്ന് കോളേജിൽ നിന്ന് തിരിച്ചു പോയതിനു ശേഷം ആ പെൺകുട്ടി ആത്മഹത്യ ശ്രമിച്ചു എന്നോ മറ്റോ. കുറച്ച് ദിവസം മാഷ് അതിൻ്റെ പേരിൽ കോളേജിൽ തന്നെ വരാറില്ലായിരുന്നു. മാഷിന് അതിൻ്റെയൊക്കെ ദേഷ്യം വർണ്ണയോടുണ്ടെന്നും പറഞ്ഞു. വർണ്ണ സൂക്ഷിച്ചും കണ്ടും പെരുമാറണമെന്നും എപ്പോഴും അവളുടെ പുറകിൽ എന്തെങ്കിലും ഒരു ചതി നടക്കാമെന്നും പ്രതീക്ഷിക്കണമെന്നും അത് കേട്ടത് മുതൽ വർണ്ണയ്ക്കാകെ അങ്കലാപ്പാണ്. ഹലോ മാഡം, ഇവിടെ ഒന്നും ഇല്ലേ? ആലോചനയോടെ നിൽക്കുന്ന വർണ്ണയുടെ മുഖത്തേക്ക് വിരൽ ഞൊടിച്ചുകൊണ്ട് ശിവ ചോദിച്ചു. എന്താ പെണ്ണെ, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? അത് പിന്നെ ശിവേട്ട, കഴിഞ്ഞ ദിവസം കോളേജിൽ എല്ലാവരും പറയുന്നു ഹരിമാഷൻ എന്നോട് ഇപ്പോഴും വൈരാഗ്യമാണെന്നും അതുകൊണ്ട് നോക്കിയും കണ്ടും ഞാൻ നടക്കണമെന്നും. എനിക്കെന്തോ അത് കേൾക്കുമ്പോൾ വല്ലാത്ത പേടി തോന്നുന്നു. ശിവ വർണ്ണയെ ചേർത്ത് പിടിച്ചു. ഞാനിവിടെ ഉള്ളപ്പോൾ നിന്നെ ആരും ഒന്നും ചെയ്യില്ല മോളെ. അതൊന്നും ആലോചിച്ച് ഈ കുഞ്ഞ് തല പോകേണ്ട. വർണ്ണയെ തന്നോട് ചേർത്ത് പിടിക്കുമ്പോഴും കഴിഞ്ഞ ദിവസം ജീവൻ പറഞ്ഞ കാര്യമായിരുന്നു മനസ്സിൽ നിറയെ. വർണ്ണയെ കാണുമ്പോൾ ഹരിയുടെ കണ്ണിൽ വിരിയുന്ന പക ജീവൻ കണ്ടതാണ്. അത് ശിവയോട് കഴിഞ്ഞ ദിവസമാണ് ജീവൻ പറഞ്ഞത്. എന്തായാലും വർണ്ണയുടെയും പ്രിയയുടെയും കാര്യത്തിൽ ജീവൻ്റെ ഒരു ശ്രദ്ധ വേണമെന്ന് ശിവ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് ഹരിയെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളൊന്നും നല്ലതല്ല. പകയേറിയ പാമ്പാണ് ഹരി. അതെന്തായാലും തിരിഞ്ഞു കൊത്താതെ ഇരിക്കില്ല. സിംഗപ്പൂരിൽ നിന്നും വർഗീസിൽ നിന്നറിഞ്ഞ കാര്യവും ശിവയുടെ മനസ്സിൽ കനൽ പോലെ കിടക്കുന്നുണ്ട്. സാന്ദ്ര ഏത് നിമിഷവും വർണ്ണയുടെ മുന്നിലെത്താം. പ്രിയയുടെ വിളി കേട്ട് വർണ്ണ താഴേക്ക് പോയതും ശിവ വേഗം മൊബൈൽ കയ്യിലെടുത്തു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ പീറ്റർ, ഇന്നു മുതൽ കൂടെ ഉണ്ടായിരിക്കണം, ഒരു നിഴല് പോലെ. അവൾക്ക് സംശയമൊന്നും തോന്നരുത്. ഇനിയും ഒരു ആക്രമണം അതുണ്ടാവരുത്. ബാക്കിയൊക്കെ നേരിൽ കാണുമ്പോൾ സംസാരിക്കാം. ഏകദേശം 5 മണിയോടുകൂടിയാണ് എല്ലാവരും ഫാദറിനെ കാണാൻ പോയത്. ഫാദറിനോട് സംസാരിച്ചതിന് ശേഷം മഠത്തിൽ പോയി അമ്മമാരെയും ഓർഫനേജിൽ പോയി കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മധുരപലഹാരങ്ങളും മിഠായിയും ഒക്കെ നേരത്തെ കരുതിയിരുന്നു. കുഞ്ഞുങ്ങൾ ജീവനെ കണ്ടപ്പോൾ വളരെ സന്തോഷമായിരുന്നു. പിള്ളേരെല്ലാം അവൻ്റെ ചുറ്റും കൂടി നിന്നു. ആ കുഞ്ഞുങ്ങൾക്ക് അവനോടുള്ള സ്നേഹവും അവന് തിരിച്ച് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹവും ഒക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സ് നിറഞ്ഞു. പൂവ് പോലുള്ള കുഞ്ഞുങ്ങൾ ഓരോരുത്തർക്കും 10 വയസ്സിനുള്ളിൽ മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഇവരെയൊക്കെ ഉപേക്ഷിക്കാൻ എങ്ങനെ കഴിയുന്നു എന്നതായിരുന്നു സേതുവിൻ്റെയും ഭാമയുടെയും ഒക്കെ ചിന്ത. പ്രിയയും സൂര്യയും വർണ്ണയും പവിയും കൂടി ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് കൊഞ്ചിക്കാൻ തുടങ്ങി. അവർക്ക് മുട്ടായിയും ബലൂണും കുഞ്ഞുടുപ്പുകളും കുഞ്ഞു കളിപ്പാട്ടങ്ങളും ഒക്കെ കൊടുത്തു. വർണ്ണ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നത് കണ്ട് ഭാമയും സേതുവും സുഭദ്രയും ഒക്കെ അവളെ തന്നെ നോക്കി നിന്നു. ശിവ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ പതിയെ വർണ്ണയുടെ അടുത്തേക്ക് വന്നു. എൻ്റെ വർണ്ണക്കൊച്ചിന് കുഞ്ഞാവെ വളരെ ഇഷ്ടമായി എന്ന് തോന്നുന്നല്ലോ. നമുക്കൊന്ന് നന്നായി ശ്രമിച്ചാൽ ഇതുപോലെ കുഞ്ഞാവ 10 മാസം കഴിയുമ്പോൾ വരും. പൂ ശിവേട്ട, എല്ലാവരും നോക്കുന്നു. വർണ്ണയുടെ മുഖം നാണത്താൽ ചുവന്നു.